നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ പാലത്തിൽ വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം രാത്രികളിൽ പ്രഹസനമാകുന്നു. ചരക്ക് ലോറികൾ നിയന്ത്രണം മറികടന്നാണ് പാലത്തിലൂടെ രാത്രികാലങ്ങളിൽ കടന്നുപോകുന്നത്. തിരുവേഗപ്പുറ പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് പാലത്തിൽ വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിന് പുല്ലുവില. രാത്രിയിൽ ചരക്ക് ലോറികൾ വലിയ തോതിലാണ് പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് രംഗത്തുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ഒരു നിയന്ത്രണവുമില്ലാത്തതിനാൽ ചരക്ക് ലോറികൾ പാലത്തൂടെ കടന്നു പോവുകയാണ്. ഇവിടെ സ്ഥാപിച്ച നിയന്ത്രണങ്ങളെല്ലാം മാറ്റിയാണ് ലോറികളുടെ യാത്ര. പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധം രാത്രികാലങ്ങളിൽ വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇത് പ്രതിഷേധത്തെ ഇടവരുത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസിനും രക്ഷയില്ല. പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരനു നേരെ കയ്യേറ്റം. പോലീസ് യൂണിഫോമിലെ നെയിം പ്ലേറ്റും പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി അവസാനം ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. തൃത്തല തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരി സ്വദേശി ഓടുപാറ കോളനിയിൽ മുള്ളൻ കലവറപ്പടി വീട്ടിൽ 46 വയസ്സുള്ള രാജൻ എന്ന ഷാജുവാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബർ 31 രാജൻ ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നുവെന്ന ഫോൺ സന്ദേശം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ 112 ലഭിക്കുകയായിരുന്നു. ഉടൻ തന്നെ ചാലിശ്ശേരി SI ജ്യോതി പ്രകാശും പോലീസ് ഉദ്യോഗസ്ഥനായ സുരേഷും സംഭവസ്ഥലത്തെത്തി. തുടർന്ന് ഫോൺ സന്ദേശത്തിൽ ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതോടെ പ്രകോപിതനായ രാജൻ പോലീസിന് നേരെ അസഭ്യം വിളിച്ച് പാഞ്ഞടുക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസുകാരൻ സുരേഷിനെ തള്ളിമാറ്റിയ പ്രതി യൂണിഫോമിലെ നെയിം പ്ലേറ്റും വലിച്ചു പറിച്ച് നിലത്തിട്ട ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിക്കായി വ്യാപക അന്വേഷണം നടക്കുന്നതിനിടെ തൃശൂർ ജില്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കൾ. 5 ദിവസം നീണ്ടുനിന്ന മേളയ്ക്ക് തിരശ്ശീല വീണു. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിങ്ങോട് ഹൈസ്കൂളിനാണ് 2ാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വട്ടേനാട് GVHSS 2ാം സ്ഥാനം നേടി. LP വിഭാഗത്തിൽ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. വട്ടേനാട് ഗവൺമെന്റ് LP, തണ്ണീർക്കോട് SBS, ചാത്തന്നൂർ ഗവൺമെന്റ് LP S, ആനക്കര സ്വാമിനാഥൻ ഡയറ്റ് LP സ്കൂൾ എന്നിവ 2ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ചാഴിയാട്ടിരി AUP സ്കൂളും വട്ടേനാട് GVHSSഉം 1ാം സ്ഥാനം പങ്കിട്ടു. കപ്പൂർ ശ്രീ വ്യാസ വിദ്യാനികേതനും കൂടല്ലൂർ ഗവൺമെന്റ് സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. UP വിഭാഗം സംസ്കൃതോത്സവത്തിൽ കപ്പൂർ വ്യാസ വിദ്യാനികേതനും ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട് GVHSSഉം 1ാം സ്ഥാനം നേടി. അറബി കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 10 വിദ്യാലയങ്ങളിൽ 1ാം സ്ഥാനം പങ്കിട്ടു. UP വിഭാഗത്തിൽ വട്ടേനാട് GVHSSഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിങ്ങോട് ഹൈസ്കൂളും 1ാം സ്ഥാനം നേടി. സമാപന ചടങ്ങ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, മറ്റ് ജനപ്രതിനിധികൾ, സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ നമ്മുടെ സബ് ജില്ലാ കലോത്സവം
നേരത്തെ ഹെഡ് മാഷ് സൂചിപ്പിച്ചു, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മേളയായി മാറിയത് നമ്മളെല്ലാവരും തന്നെ കാണുകയുണ്ടായി. മാഷ് ഇവിടെ പറഞ്ഞു, വട്ടേനാടിൻ്റേതായിട്ടുള്ള ഒരു മികച്ച വിജയം. വട്ടേനാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഇവിടുത്തെ അധ്യാപകർ, അതുപോലെ തന്നെ ഇവിടുത്തെ PTA, അതുപോലെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ, അങ്ങനെ എല്ലാവരും തന്നെ ചേർന്ന് ഇവിടെ ഏതൊരു വർക്ക് നടക്കുമ്പോഴും ഒരു ടീം വർക്കായിട്ടാണ് അത് നടത്താറുള്ളത്. ആ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സബ് ജില്ലാ കലോത്സവത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. മുതുതല കോഴിക്കോട്ടിരി ALP സ്കൂളിൽ വിദ്യാവനം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന വിദ്യാവനം പദ്ധതിക്കാണ് മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടിരി ALP സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സുബൈദ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക അശ്വതി, ഹരിത കേരള മിഷൻ BC നീരജ രാമദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് പ്രസിഡന്റ് KP റസാഖ്, PTA പ്രസിഡന്റ് ഹബീബ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 34 ഫലവൃക്ഷ തൈകളാണ് വിദ്യാലയങ്ങളിലെ പച്ചത്തുരുത്ത് നിർമ്മാണമായ വിദ്യാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ടുപിടിപ്പിച്ചത്. കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനും ഹരിത കേരള മിഷൻ ലക്ഷ്യമിടുന്നുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമായ വൃക്ഷത്തൈകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിലാണ് ലഭ്യമാക്കിയത്. കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കൊരുങ്ങി ചാലിശ്ശേരി. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ബഹുമാന്യയായ സരോജിനിയമ്മ നിർവഹിച്ചു കഴിഞ്ഞു. തൃത്താലയിലെ ഏറ്റവും മുതിർന്ന, ചാലിശ്ശേരിയിലെ ഏറ്റവും മുതിർന്ന കുടുംബശ്രീ അംഗം നിർവഹിച്ചു കഴിഞ്ഞു. ആ കാര്യം ഞാൻ ഇവിടെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. സരോജിനിയമ്മ എന്നോട് പറഞ്ഞതൊരു മഹാഭാഗ്യമാണ് എന്നാണ്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും മുതിർന്ന അംഗത്തെ കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ പ്രസംഗത്തിലൊന്നും ഞാൻ നിൽക്കുന്നില്ല. എല്ലാവരും ഒരുങ്ങില്ലേ അല്ലേ? സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറിയില്ലേ? വീട്ടുമുറ്റ സദസ്സൊക്കെ തുടങ്ങി. കപ്പൂരിലെ കഴിഞ്ഞോ? അല്ല, ബാക്കി എല്ലായിടത്തും നന്നായി നടക്കുന്നില്ലേ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകരും രുചി വൈവിധ്യങ്ങളും ഇരുന്നെത്തുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ സജീവമായി. 2026 ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന സരസ് മേളയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചാലിശ്ശേരിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ്, ചാലിശ്ശേരി 4-ാം വാർഡിലെ ശ്രീഭദ്ര അയൽക്കൂട്ടത്തിലെ മുതിർന്ന അംഗമായ സരോജിനിയമ്മ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു. MLA P. മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250-ലധികം ഉൽപ്പന്ന വിപണന സ്റ്റാളുകൾ മേളയോടനുബന്ധിച്ച് സജ്ജീകരിക്കും. ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്ന 25-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന ഫുഡ് കോർട്ട്, കലാ-സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ എന്നിവയും ദിവസേനയുണ്ടാകും. 17 ഉപസമിതികൾ മേളയ്ക്കായി രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് BS മനോജ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി വാർഡ് മെമ്പർമാരായ ശിവാസ്, ആനി വിനു, മുൻ MLA TP കുഞ്ഞുണ്ണി, തൃത്താല മണ്ഡലം CDS ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ CDS മെമ്പർമാർ, സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ KV, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഷാൻ, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ അനുരാധ S, സുഭാഷ് PB, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, തൃത്താല CDS ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് CDS അധ്യക്ഷ ലത സൽഗുണൻ നന്ദി പറഞ്ഞു. പള്ളിപ്പുറം കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാര ഉത്സവം ഈ മാസം 14-ന് ആഘോഷിക്കും. ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്ന് ദേവി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക N. ലതികയ്ക്ക് അന്നേ ദിവസം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പുറം കൊടിക്കുന്ന് ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്ന് ദേവി പുരസ്കാരത്തിന് ഇത്തവണ ചലച്ചിത്ര പിന്നണി ഗായിക N. ലതികയാണ് അർഹയായിരിക്കുന്നത്. 20,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ PC ഋഷികേശ് രാജ്
ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് പി നന്ദകുമാർ, ഇ.പി. ശിവശങ്കരൻ, വി.കെ. ശ്രീകുമാർ എന്നിവർ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരം പടഹാര ഉത്സവ ചടങ്ങിൽ കോഴിക്കോട് സാമൂതിരി രാജ പി.കെ. കേളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും. കലാ, സാംസ്കാരിക, സാഹിത്യ, സംഗീത, സേവന മേഖലകളിലെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്കാണ് ദേവി പുരസ്കാരം നൽകി ആദരിച്ചു വരുന്നത്. വള്ളുവനാട്ടിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ദേവീക്ഷേത്രങ്ങളിലൊന്നും കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ ട്രസ്റ്റിഷിപ്പിൽ വരുന്ന ക്ഷേത്രവുമായ കൊടിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരം പടഹാര മഹോത്സവം നവംബർ 13, 14 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 13-ാം തീയതി ക്ഷേത്രം തന്ത്രിമാരുടെ 3 തന്ത്രിമാരുണ്ട്. 3 തന്ത്രിമാര് അവരുടെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം എന്ന ക്ഷേത്ര ചടങ്ങുകളെല്ലാം അവരുടെ കാർമ്മികത്തിൽ നടക്കുന്നതാണ്. ബ്രഹ്മശ്രീ ഈക്കാട്ടുമന നാരായണ നമ്പൂരിപ്പാട്, ബ്രഹ്മശ്രീ ശ്രീധരൻ ചുമരത്തുമന ശ്രീധരൻ നമ്പൂരിപ്പാട്, ബ്രഹ്മശ്രീ അഴകത്തുമന പ്രകാശ് നമ്പൂരിപ്പാട് എന്നിവരാണ് 3 തന്ത്രികൾ. ഇവരുടെ കാർമ്മികത്തിലാണ് തലേ ദിവസം, അതായത് 13-ാം തീയതി കാലത്ത് താന്ത്രിക ചടങ്ങുകളെല്ലാം നടക്കും. അന്ന് പിറ്റേ ദിവസം രാവിലെ പൂരം പടഹാര സദസ്സുണ്ടാവും. അന്ന് നമ്മൾ ദേവസ്വം നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്, ശ്രീ കൊടിക്കുന്ന് ദേവി പുരസ്കാരം. എല്ലാ വർഷവും നൽകി വരുന്നുണ്ട് നമ്മളത്. അത് ഇപ്രാവശ്യം നമ്മൾ നൽകുന്നത് ശ്രീമതി മികച്ച പിന്നണി, അതായത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ശ്രീമതി ലതിക ടീച്ചർക്കാണ് നമ്മൾ ഈ വർഷം നൽകുന്നത്. 2 ദിവസങ്ങളായാണ് ചടങ്ങുകൾ നടത്തുന്നത്. 13 രാവിലെ വിശേഷ പൂജകൾ നടക്കും. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമന പ്രകാശ നമ്പൂതിരിപ്പാട്, ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട്, ശ്രീധര ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വൈകുന്നേരം തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. 14 രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം 10-ന് പൂരം പ്രഹാര സദസ്സ് നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് O.K. വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്ന് ദേവി പുരസ്കാരം പിന്നണി ഗായിക N. ലതികയ്ക്ക് ചടങ്ങിൽ സമ്മാനിക്കും. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. പ്രദേശത്ത് വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൂരം പടഹാരത്തോടനുബന്ധിച്ച് നമ്മൾ അന്നേ ദിവസം, അതായത് നവംബർ 14-ാം തീയതി നമ്മൾ ഈ അഗ്നിഹോത്രിക്ക് ഒരു വെച്ച് നമസ്കാരം, അതായത് അത് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പൂജയാണ്. അത് നമ്മൾ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അത് ക്ഷേത്രതന്ത്രിമാർ ചെയ്യും. വെച്ച് നമസ്കാരം 11 ഇല്ലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. അത് ക്ഷേത്രം നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ആ വെച്ച് നമസ്കാരത്തിൽ പങ്കെടുക്കാവുന്ന ഒരവസരമുണ്ട്. പിന്നെ തലേ ദിവസം നമുക്ക് നവംബർ 13-ാം തീയതി നമുക്ക് ഈ ഉച്ചവരെയുള്ള പൂജകൾക്ക് ശേഷം നമ്മൾ വൈകിട്ട് 5:30 മുതൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള വിവിധ ഈ തിരുവാതിരക്കളി സംഘങ്ങളുടെ ഒരു 4ഓളം തിരുവാതിരക്കളിയും, അതുപോലെ മുദ്ര സ്കൂൾ ഓഫ് ഡാൻസിന്റെയും പിന്നെ ഭദ്ര നൃത്തകലാക്ഷേത്രത്തിന്റെയും ട്രൂപ്പുകളുടെ വക നൃത്തനൃത്യങ്ങളും ആണ് തലേ ദിവസം ഉള്ളത്. തുടർന്ന് ഓട്ടംതുള്ളൽ, വൈകുന്നേരം ചെണ്ടമേളം, കൊടിക്കുന്ന് ഭഗവതി സേവാ സംഘത്തിന്റെ കലോപഹാരമായി ഭക്തി സംഗീത നിശ എന്നിവയും ഉണ്ടായിരിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ മഞ്ജുനാഥ് വിജയ്, ഡോക്ടർ ബാബുരാജ് പരിയാനപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകും. കൂടാതെ ദീപാരാധനയ്ക്ക് ശേഷം മേഴത്തൂർ അഗ്നിഹോത്രിയുടെ പിൻതലമുറയിലെ കാരണവരെ സ്വീകരിക്കുകയും 11 ഇല്ലങ്ങളിലെ ബ്രാഹ്മണ ശേഷർക്ക് വെച്ച് നമസ്കാരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള ലതിക ടീച്ചർക്കാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത്. സാമൂതിരി രാജാവിന്റെ പ്രതിനിധി ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ O.K. വാസുമാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിശിഷ്ട അതിഥിയായിട്ട് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ T.C. ബിജു സാറ് പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ വിശിഷ്ട അതിഥികളായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള പ്രമോദ് സാറ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ പുരസ്കാര ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നു. പുരസ്കാരം നൽകുന്നത് മഹാമഹിമ ശ്രീ സാമൂതിരി രാജ അവർകളാണ്. ആ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രാദേശികമായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ സഹസ്രനാമ ലക്ഷാർച്ചനയും വേദമന്ത്ര പുഷ്പാഞ്ജലിയും ആരംഭിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തുന്നത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായാണ് വിശേഷ പരിപാടികൾ നടത്തുന്നത്. ക്ഷേത്രം തന്ത്രിമാരായ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറടത്ത് ശങ്കുളി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചനയും ഋഗ്വേദ സൂക്തങ്ങളാൽ വേദമന്ത്ര പുഷ്പാഞ്ജലിയുമാണ് നടത്തുന്നത്. രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കമായി.
ലക്ഷാർച്ചന, ബ്രഹ്മകലശം, ദേവമന്ത്രോച്ചാരണങ്ങളുടെ, വാദ്യഘോഷങ്ങളുടെയും ഭക്തജനങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളുടെയും ക്ഷേത്രപ്രതിഷ്ഠം ചെയ്ത് ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ദേവവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുമുണ്ടായി. തുടർന്ന് അലങ്കാരങ്ങളോട് കൂടിയ ഉച്ചപൂജയും ശ്രീവേലിയും നടന്നു. വൈകിട്ട് മഹാഭഗവതി സേവയും ഉണ്ടായി. ചടങ്ങുകൾ ഞായറാഴ്ച സമാപിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ലക്ഷാർച്ചന നടക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നാളെയും മറ്റന്നാളും ലക്ഷാർച്ചന തുടരുന്നതാണ്. വളരെയധികം താന്ത്രിക വൈദിക പ്രാധാന്യമുള്ള ഒരു അനുഷ്ഠാനമാണ് ലക്ഷാർച്ചന. വേദമന്ത്രങ്ങൾ കൊണ്ടും വിശിഷ്യ വിഷ്ണു സഹസ്രനാമം കൊണ്ടും പ്രഭാതത്തിൽ നിറച്ച കലശത്തെ മന്ത്രപൂരിതമാക്കി ഉച്ചവരെ അർച്ചന ചെയ്ത് ഉച്ചയ്ക്ക് വാദ്യഘോഷങ്ങളോടെ വേദമന്ത്രോച്ചാരണങ്ങളോടെ എഴുന്നള്ളിച്ച് ശ്രീകോവിലിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യുന്ന വിശേഷമായ താന്ത്രിക പ്രാർത്ഥനാക്രമമാണ് ലക്ഷാർച്ചന. ചാലിശ്ശേരിയിൽ യുവാവിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പുലിക്കുളത്തിന് സമീപം താമസിക്കുന്ന മാമ്പൊള്ളിഞ്ഞാലിൽ അബ്ദുൾ റസാഖിന്റെ മകൻ 31 വയസ്സുള്ള റിൻഷാദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിനകത്തെ ഹാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുനൽകി. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ പനക്കൽ ജെൻസന്റെ മകൻ 23 വയസ്സുള്ള ജിസണിനെയാണ് വെള്ളിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിസണിന്റെ മാതാപിതാക്കൾ നീലേശ്വരത്തുള്ള ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു. യുവാവിന്റെ മുത്തശ്ശി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതിനാൽ അടുത്ത വീട്ടിലെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഉടൻ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ജിസൺ. സിജിലിയാണ് മാതാവ്. ഡീക്കൺ ജോഹാൻ സഹോദരനാണ്. ചാലിശ്ശേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.